ഹായ്, എല്ലാവർക്കും നമസ്കാരം. അജിത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ സാമ്പ്രാണിക്കൊടി എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഐലൻഡ്, എനിക്ക് തോന്നുന്നൊരു 3-4 വർഷമൊക്കെ ആയിട്ട് ഇവിടുത്തെ ഒരു ഐലൻഡിലേക്ക് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിന് ഇവിടെ 3 ടെർമിനലുകളാണുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ടെർമിനൽ 1-ലുള്ളത്, ഏറ്റവും അടുത്തുള്ള ടെർമിനൽ അതാണ്. പിന്നെ 2 ടെർമിനലുകൾ അപ്പുറത്തും കൂടെ ഉണ്ട്. അപ്പോൾ DTPCയുടെ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബോട്ടിൽ ഇവിടുന്ന് ഒരാൾക്ക് 150 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ 9:30 ആകുമ്പോഴാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഏതാ കായലൊന്നും എനിക്കറിയില്ല. കായലിൽ അതെ അവിടെ ഉള്ള അഷ്ടമുടി, എന്ത് മുടിയാണോ അത് നമുക്ക് ചോദിക്കാം ആരത്തിലൊക്കെ. അപ്പോൾ ആ ഒരു കായലുണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അതിനുള്ളിലുള്ള ഐലൻഡിൽ ഇങ്ങനെ മുട്ടപ്പം വെള്ളത്തിൽ അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു രസമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് അത് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ അവിടെ നിന്ന് ഇതുപോലെ പ്രൈവറ്റ് തോണികളൊക്കെ ഉണ്ട്. തോണികളിൽ നമുക്ക് 100 രൂപ പെർ ഹെഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ ചെറിയ കണ്ടലിൻ്റെ ഉള്ളിലൂടെയോ അല്ലെങ്കിൽ ഈ കായലിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറക്കി തുരുത്തുകളുടെ അടുത്തുകൂടെയൊക്കെ കറക്കി ഇങ്ങനെ കൊണ്ടുവരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമുക്ക് എന്തായാലും സാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങളായിട്ട് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിക്കറ്റുകൾ ഷെവീബ് എടുത്തു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ബോട്ട്, ഫസ്റ്റ് ബോട്ടിൽ നമ്മൾ നമ്മൾ അഷ്ടമുടിക്കായലിലൂടെ നമ്മുടെ സാമ്പ്രാണിക്കൊടി തുരുത്തിലേക്ക് പോകട്ടോ. നമ്മളെ കൂടെ ഇപ്രാവശ്യം ആദ്യം ഉണ്ട്. എടാ ആദ്യം ഒന്നും കൂടെ നോക്കിയേ, നാണിക്കണ്ടാ നോക്കിക്കോ. ഋഷിയുണ്ട്, കുഞ്ഞു, അതാ പിള്ളേര്, ജാനി, ബാനു, അന്നു, പിന്നെ ഷബീബ്, പിന്നെ ഞാൻ. അത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം അതിനുള്ളിൽ. ഇവിടെ ആകെ 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ അവിടേക്ക് പോകാൻ. 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഈ തുരുത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തി ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഇതൊരു ചെറിയ സാധനം പോലെ തോന്നുന്നു കേട്ടോ. ഇനി എന്താണ് ഇവിടുത്തെ സംഭവം നമ്മുടെ ഇറങ്ങിയിട്ട് നോക്കാം നമുക്ക്. ജാക്കറ്റ് സീറ്റുകളിൽ വെക്കാൻ, സീറ്റുകളിൽ വെക്കാൻ, നിലത്തിടല്ലേന്ന്. നീ പുറത്ത് വെച്ചോ. ബാബാ 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 ആ ഓക്കെ ഓക്കെ. ഇതിൽ ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ സൈഡിലൂടെ ഇറങ്ങി പോവാം. പിന്നെ ഇനി അങ്ങോട്ടൊക്കെ പോകണം. നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ആ ഇറങ്ങി ഇറങ്ങി. അപ്പോൾ അതാണ് ഇവരെ ഇറങ്ങിയതാ അങ്ങോട്ട് നടക്കുന്നതിലൂടെ, വെള്ളത്തിലൂടെ ഇറങ്ങിയാൽ നടക്കാം. ഇറങ്ങിക്കോ. ഇതാണ് സാമ്പ്രാണിക്കൊടി തുരുത്ത്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ബോട്ടുകൾ വന്നിട്ട് ആളുകളെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടാതെ കണ്ട ഈ വെള്ളത്തിലുള്ള ആളുകൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഈ കണ്ടൽക്കാടിനകത്തൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒക്കെ നടന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ ഏരിയ ഉണ്ടോ എന്ന് വെച്ചാൽ കുറേ ഏരിയ ഒന്നുമില്ല, ഒരു കുറച്ച് ഏരിയ തന്നെ ഉള്ളൂ ഇത്. അപ്പോൾ ഇതിലവിടെ വെള്ളത്തിനുള്ളിൽ കച്ചവടം ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ കാണാം. നമുക്ക് പോയി നോക്കാം. നമുക്ക് എന്തായാലും വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ, തണുപ്പോ? വെള്ളത്തിൻ്റെതായ ഒരു ഇതില്ലേ. അപ്പോൾ കണ്ട ഈ ഒരു തുരുത്തിലെ ഈ ഒരു കണ്ടൽ മരങ്ങൾ കണ്ടോ, ഇതിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് വേരുകൾ കണ്ടോ നിൽക്കുന്നത്, ഒരു പ്രത്യേക രീതിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വേരുകൾ ഈ മരങ്ങളുടെ.
നിങ്ങളെന്തിനാ മടിച്ച് നിൽക്കണത്? ഞാൻ നടന്നോട്ടെ, ആ ഒരു അപ്പുറത്തേക്ക് നടക്കേ. പോയിക്കോ അടുത്തതിനെ നോക്കാം. ഇപ്പല്ലേ മോനെ കണ്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ, നല്ല ഫ്രെയിമാണ്. അവിടെ ഒരു കച്ചവടം നടത്തുന്നുണ്ട് ഇവര്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വെള്ളത്തിൽ നിന്ന് കച്ചവടം. അപ്പൊ ഇവിടെ കയറിക്കുന്നില്ലേ ഞങ്ങള്? കയറിക്കോ. അല്ല കയറി നിങ്ങളെ ഫോട്ടോ എടുക്കുന്നതല്ലേ, വായോ. ഇപ്പൊ ഈ വെള്ളം കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറയുന്നതാണ് പറയുന്നത്. പിന്നെ ഈ തോണി പോകാൻ വേണ്ടിയിട്ട് ഇവര് തോണിക്ക് ആളെ കൂട്ടാനേ ഭയങ്കര തിരക്കാണ്. ഒരു കച്ചവടമൊക്കെ രാവിലെ തന്നെ സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. ജനങ്ങളെ കൊണ്ട് അവിടെ നിന്ന് ഞായി ഇത് ഇനി വെള്ളം താഴോ ചേച്ചി? അപ്പൊ നമ്മളെന്തായാലും തോണിയിൽ പോയിട്ട് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ. എന്താ ഗൂഗിൾ പേ ആണോ കോലില്? ആടാ ഗൂഗിൾ പേ സ്കാനർ കോലില് ഫോൺ പേ. അപ്പോൾ നമ്മളും എന്തായാലും ബോട്ടിൽ തോണിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നിൽ ഓൾറെഡി വേറെ ടീമുണ്ട്. കയറിക്കോ. ആ കയറുന്ന നമ്മൾ പോവാണ്. ഇനി ഏനുണ്ട് വണ്ടി അന്നു? ഏനുണ്ട്? ജാ സെറ്റാ? ഓക്കെ. നമ്മളിനി തുരുത്തിൻ്റെ ഇടയിലൂടെ വേറെ ജനവാസമുള്ള തുരുത്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയേക്കാം. പിന്നെ എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഹൈപ്പൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പോയി നോക്കാം, അപ്പം അറിയാം. എന്നാലും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇവിടെ രസമല്ലേ സംഭവം? നല്ല ടേസ്റ്റാ ഇല്ലേ? രസമല്ലേ? അതെ. അവൻ തന്നെയാണ് ഇതിന്റെ ഡ്രൈവർ കേട്ടോ. അവനാണ് വിളിച്ചോണ്ടിരുന്നത് തന്നെ. ഇതിന്റെ ഉള്ളിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഉണ്ടോ? അവിടെ കൊണ്ടുപോ. നീ സെറ്റാക്കണം കേട്ടോ, പൊളിക്കണം കേട്ടോ, സെറ്റാക്കി തരണം. എന്താവൻ മലയാളിയല്ലേ? അത് നമ്മളാ ബോട്ട് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തോണിയല്ല മോട്ടോർ തോണി തന്നെയാണ് കേട്ടോ. തോണിയിൽ അടുത്ത തുരുത്തുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു പരുന്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പരുന്തിന് ആളുകളെ കണ്ടിട്ടൊരു മൈൻഡൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഇങ്ങനെ ആളുകളൊക്കെ ചെറിയ തോണിയിലൊക്കെ വലയിടുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള. കുറച്ച് ആളുകളൊക്കെ വലയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഒരു തോണിക്കാര അതിലൂടെ പോകുന്നുണ്ട്. നിങ്ങളെന്താ പരിപാടി? വള്ളം എടുക്കുക? നമ്മള് വള്ളത്തിലാണ് ഇരിക്കുന്നത്, അതറിയാം നമുക്ക്. ഇത് വള്ളാണ് അതോ? അത് വെള്ളം, ഇത് വള്ളം. അന്നുവിന് രണ്ടും വള്ളം. തുരുത്തിലൊക്കെ കണ്ടോ? ഈ തുരുത്തിലൊക്കെ ആൾ താമസം ഉണ്ട്. അവിടേക്ക് കണ്ടോ ഇലക്ട്രിസിറ്റി ലൈനൊക്കെ പോകുന്നുണ്ട്. അവിടേക്ക് വേറെ വഴിയൊന്നുമില്ല. വേറെ വഴി പറഞ്ഞാൽ ഈ ബോട്ടിലൂടെ വരേണ്ടി വരും. ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് മെയിൻ ലാൻഡിലേക്ക് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇതിലൂടെ ഒക്കെ അങ്ങോട്ട് പോകേണ്ടി വരും. അതിനൊക്കെ ഉള്ളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ.
ചിലപ്പോൾ 2-3 വീടൊക്കെ ഉണ്ടാവുള്ളൂ. ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കാണാറുണ്ട്. നമുക്ക് ആ സാധനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടിട്ടാണല്ലോ അവര് അതുള്ളത്. അവിടെ ഒരു ആൾക്കാരുണ്ട്, ഡ്രസ്സൊക്കെ ഉണ്ട്. ഓ പിന്നെ ഈ തുരുത്തിൽ മറ്റേ ഇത് കണ്ടിട്ടോ, റിസോർട്ടുകളൊക്കെ ഉള്ള തുരുത്തുകളുണ്ട് കുഞ്ഞു കുഞ്ഞു. ആ പിന്നെ എന്തായാലും നല്ല വെയിലാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒരു തൊപ്പിയോ അല്ലെങ്കിൽ ഇതുപോലെ കുറെ മുന്നിലിരിക്കുന്നുണ്ടല്ലോ ആൾക്കാര്, തോർത്തൊക്കെ തലയിലിട്ടിട്ട് ഷെബി കുപ്പായ ഒരു തലയിലിട്ടും അങ്ങനെയൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ തുണിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ തല പൊളിയും, അമ്മാരി ചൂടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കണ്ടൽക്കാടിൻ്റെ അടുത്തൂടെ അങ്ങനെ ഉള്ളിൽ കൂടെ പോകട്ടോ. അത് കുറച്ച് തണൽ കിട്ടി. അപ്പം നല്ല രസമാട്ടോ. ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഒരു വേറെ ഫീൽ. എത്രയും വെയിലത്ത് കൂടെ പോയിട്ടേ അത് പറക്കണ്ടോ. ഇപ്പൊ വെയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. കണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിവായി പോകണുണ്ടോ. നമ്മൾ തിരിച്ചവിടേക്ക് എത്തുമ്പോഴേക്കിന് കുറച്ചും കൂടെ വെള്ളമൊക്കെ താഴ്ന്നിട്ടുണ്ടാവും. വെയിലിറക്കം സംഭവിക്കും. ഇപ്പൊ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മേത്ത് തട്ടാ നോക്ക്. ആ ആ അതവിടെ കണ്ട ഒരാള് നമ്മുടെ ഇത് വെറുക്കുന്നുണ്ട്. എന്താണ് കക്കയോ എരിന്തോ എന്തോ സാധനം. ആ കക്ക തന്നെ, കക്ക വെറുക്കുന്നുണ്ട്, കല്ലുമക്കായ വെറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന സ്ഥലമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പോൾ നമ്മൾ ശരിക്കും ബോട്ടിൽ വന്ന സ്ഥലം അങ്ങ് ദൂരെ അവിടെ ഒരു കുരിശൊക്കെ കാണാണ്ടല്ലോ, അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മൾ ഈ തോണിയിൽ പോകുന്നത്. അപ്പോൾ ഈ തോണിയിൽ ഇപ്പോൾ അവിടെ നിന്നൂടെ നമ്മൾ പോയിട്ട് റൗണ്ട് അടിച്ചിട്ടേ ഇപ്പോൾ തിരിച്ചിങ്ങോട്ടനെ വന്നുകൊണ്ടിരിക്കാൻ. ഇവിടെയൊക്കെ താഴ്ച കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ തോണിയിൽ നിന്ന് കാലൊന്നും പുറത്തേക്ക് ഇട്ടിരിക്കാൻ പാടില്ല. കാരണം അവിടെ എന്താ വെച്ചാൽ ഈ കല്ലുമ്മക്കായ ഉണ്ടാവും താഴത്ത്. അപ്പോൾ അത് നല്ല മൂർച്ച ഉണ്ടാവും, ബ്ലേഡ് പോലെ ഉണ്ടാവും. അപ്പോൾ കാലിൽ കൊണ്ടുകഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. പക്ഷെ നമ്മളവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നല്ല ക്ലീൻ ചെയ്താണ്. കല്ലുമ്മക്കായൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ കാലൊക്കെ കല്ലുമ്മക്കായിൽ കൊണ്ടുകഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ സാമ്പ്രാണിക്കൊടി തുരുത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര്
ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങോട്ട് വേറെ ബോട്ടുകൾ തോണികൾ പോകുന്നുണ്ട്. മിക്കവാറും ഇവിടെ വരുന്ന ആളുകളൊക്കെ ഈ തോണി യാത്രയും എടുക്കുന്നുണ്ട്. വലിയ മോശമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരുടെ ജീവിതമാർഗം കൂടെ അല്ലേ, വരുമാന മാർഗം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. നമ്മൾ ബോട്ടിൽ വന്ന സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി നിർത്തിയ ആ ജെട്ടിയിലേക്ക് തന്നെ നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയം കുറച്ചും കൂടെയും ഇതായപ്പോഴേ ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ബോട്ടുകളും തോണികളും ഒക്കെ ആയിട്ട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ വന്ന് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വലിയൊരു സ്ഥലമാണെന്നൊന്നും വിചാരിക്കരുത്, ചെറിയൊരു സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം കുറച്ച് താഴ്ന്നിട്ടുണ്ട് തോന്നുന്നത്. നമ്മൾ വന്നതിനേക്കാളും നേരത്തെ വന്നിറങ്ങിയതിനേക്കാളും കുറച്ചും കൂടെ താഴ്ന്നിട്ടുണ്ട് തോന്നുന്നു. അന്നും പാനും ഇപ്പോൾ നീന്തലൊക്കെ ആയിട്ട് ഏകദേശം ഇവിടുത്തെ വെള്ളത്തിന് ഏകദേശം ഓരോ അര വരെയൊക്കെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അവർ കുറേ നനഞ്ഞപ്പോൾ പിന്നെ നീന്തൽ തുടങ്ങി. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകണം. ഇതിനിപ്പോൾ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ടല്ലേ, ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും, അത് നമ്മൾ കാര്യമാക്കണ്ട. പിന്നെ പരമാവധിയാണ് ഇവിടെയും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഈ വേസ്റ്റുകളൊക്കെ ഇട്ട് കാണാനുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ പരമാവധി വേസ്റ്റുകളൊന്നും ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വന്നിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ പോകുമ്പോൾ അയ്യേ എന്ത് മോശമുള്ള സ്ഥലമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ വരുന്ന ആളുകൾ തന്നെ അല്ലേ ശ്രദ്ധിക്കണ്ടേ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് കുറേ ആളുകൾ വരുന്നുണ്ട്. നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാം. ഇപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലെ തുരുത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും